അമ്മ എന്നോട് പലപ്പോഴും പറയും ഇവൻ നിന്നെ ആർക്കെങ്കിലും വിൽക്കും. പക്ഷെ പുള്ളി കൊണ്ടുപോയത് മുൻ കാമുകിയുടെ വീട്ടിലാണ്. അപ്പോൾ അത് എനിക്കൊരു മീഡിയയുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത പലതും ഞാൻ എന്നെ സാക്ഷി നിർത്തിയിട്ട് അവിടെ ഉണ്ടായി. സ്പെക്സ് എടുത്തിട്ട് ഈ കഥകളെല്ലാം കേട്ടിട്ട് അവർ കരഞ്ഞു. ജഡ്ജി 1 വയസ്സിൽ അത് മുറിവ് അപ്പോഴും അകത്ത് ഉണങ്ങാൻ സമ്മതിക്കാതെ ഈ സെക്ഷൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്. 17 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് വലിച്ച് ചണ്ടിയാക്കി ഇത്രയാക്കി 2 കുഞ്ഞുങ്ങളെ സമ്മാനിച്ചിട്ട് ഇനി എനിക്ക് അയാളുടെ പണം എന്തിന്? വിധിയുടെ വിളയാട്ടോ അല്ലേ? കരഞ്ഞുകൊണ്ട് ഓടിയ വഴികളിലൂടെ നമ്മളെ അത് ഭയങ്കര ഇതാണ്. ഞാനത് ആ വഴിയിലൂടെ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കയറാനുണ്ട്. അതായത് ഭർത്താവിനെ നോക്കിയിരുത്തിയിട്ട് ഒരു അന്യപുരുഷനെ വിളിച്ചുകൊണ്ട് വന്ന ഒരു സ്ത്രീ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പുള്ളി 7 വർഷം കഴിഞ്ഞ് വന്നിട്ട് പുള്ളി ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു, ഒരു മുസ്ലിം കുട്ടി. അവരുടെ വീട്ടിൽ എന്നെ വേറൊരു ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വനത്തിലൂടെയാണ് പോകേണ്ടത്. ഒരു 10-12 കിലോമീറ്റർ കൊളുത്തൂപ്പുഴ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നൊരു വനത്തിനകത്തൂടെ ഒരു 12 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇയാളുടെ കാമുകിയുടെ വീടാവും. എനിക്കറിയില്ല എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ അമ്മ എന്നോട് പലപ്പോഴും പറയും ഇവൻ നിന്നെ ആർക്കെങ്കിലും വിൽക്കും. അങ്ങനെ അതിപ്പോൾ വിൽക്കും എന്നൊക്കെ പറയുമ്പോൾ ആ പ്രായത്തിൽ ഇപ്പോഴും നമുക്കറിയാം എന്താണ് അന്നിങ്ങനെ അതിനെക്കുറിച്ച് നമുക്കറിയില്ല. വിൽക്കും എന്ന് പറയുമ്പോൾ എന്താ ഇത് ആടോ കോഴിയോ എന്തെങ്കിലും ആണോ വിൽക്കുന്നത്? അപ്പോൾ അമ്മ പറയും ഇങ്ങനെ സൂക്ഷിക്കണം, അവൻ ഡ്രഗ്സൊക്കെ അടിച്ചിട്ട് വേറൊരാൾക്ക് ഇതാവും, വേറെ ആൾക്കാരെ വീട്ടിൽ കൊണ്ടുവരും, അങ്ങനെയൊക്കെ പറയും. ആ സമയത്തൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ എന്നാലും പുള്ളി ഇങ്ങനെ 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷം വന്നൊരാൾ പിറ്റേന്ന് രാവിലെ പറയാണ് ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞ് കൊളുത്തുപുഴ ഒരു വലിയ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് അയ്യപ്പൻ്റെ. അപ്പോൾ അവിടെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ് ഒരുക്കി കൊണ്ടുപോയിട്ട് ഒരു വനത്തിലൂടെ എന്നെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വെച്ച് തീർച്ചയായിട്ടും ഇവിടെ ഒന്നുകിൽ കൊല്ലാനോ എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ചു. പക്ഷെ പുള്ളി കൊണ്ടുപോയത് മുൻ കാമുകിയുടെ വീട്ടിലാണ്. അപ്പോൾ അത് എനിക്കൊരു മീഡിയയുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത പലതും ഞാൻ എന്നെ സാക്ഷി നിർത്തിയിട്ട് അവിടെ ഉണ്ടായി. അത് ലോകത്ത് ഒരു പെണ്ണും താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിനുശേഷം എനിക്കൊരു വാശിയായി ഈ ജീവിതത്തിൽ നിന്നൊരു മോചനം. അങ്ങനെ കുട്ടിക്ക് 1 വയസ്സാവുന്ന ടൈമിൽ ഞങ്ങൾ കോടതി വഴി ബന്ധം പിരിയായിരുന്നു. അവിടെ വന്നപ്പം പുള്ളി പറഞ്ഞത് എന്നെ വേണം, ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. കൊട്ടാരക്കരയായിരുന്നു കോടതി, ഫാമിലി കോർട്ടിൽ. അപ്പോൾ എല്ലാ കഥകളും കേട്ട് ജഡ്ജി ഒരു ലേഡിയാണ്, ആരാണെന്നറിയില്ല. ഈ ചാനലിൽ ഇത് ന്യൂസ് മാഡം കാണുന്നെങ്കിൽ മനസ്സിലാവും. പുള്ളിക്കാരി സ്പെക്സ് എടുത്തിട്ട് ഈ കഥകളെല്ലാം കേട്ടിട്ട് അവർ കരഞ്ഞു. ജഡ്ജി കണ്ണ് തുടച്ചു. അപ്പോൾ നമ്മുടെ വക്കീൽ പറഞ്ഞു ഈ ലേഡി ഭയങ്കര, ആ ജഡ്ജി എന്ന് പറയുന്നത്, അന്നിരുന്ന ജഡ്ജി എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലേഡിയാണ്. അവരൊരിക്കലും ഇതിനെക്കാട്ടിയും വലിയ കാര്യങ്ങൾ ആ കോടതിയിൽ സംഭവിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും അവരുടെ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ വക്കീൽ പറഞ്ഞു. അപ്പോൾ അത്രയും ഒരു സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ജഡ്ജി ചോദിച്ചു എന്തിനാണ് ഇതുപോലൊരു കുഞ്ഞിനെ എൻ്റെ അമ്മയുണ്ടായിരുന്നു, അമ്മയോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു കുട്ടിയെ ഇതുപോലൊരാൾക്ക് കൊടുത്തത്, നിങ്ങൾക്ക് കടലിൽ തള്ളായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മ അവിടെ നിന്ന് നിലവിളിച്ച് കരഞ്ഞു. സംഭവിച്ചു പോയി. മാതാപിതാക്കൾ അപ്പോൾ ഒരാളും ഒരു മക്കളെയും കൊലയ്ക്ക് കൊടുക്കാനോ ചതിയിൽപ്പെടുത്താനോ അല്ല. മാതാപിതാക്കൾ ചെയ്യുന്നത് നല്ലതിനായിരിക്കാം. പ്രണയവിവാഹമാണെങ്കിൽ പറയാം അത് കണ്ടെത്തിയതിൻ്റെ പ്രശ്നമാണെന്ന് പറയും. വീട്ടുകാരൊരാളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ആരെയാണ് ബ്ലെയിം ചെയ്യുന്നത്? സ്വന്തം മാതാപിതാക്കളെയോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരിക്കലും എൻ്റെ ഈ സെക്കൻഡ് വരെ എൻ്റെ മക്കളൊക്കെ എൻ്റെ അച്ഛനമ്മമാരോട് ചോദിക്കും എന്തിനായിരുന്നു എൻ്റെ അമ്മേനെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്തതെന്നൊക്കെ എൻ്റെ അമ്മയെടുത്ത് എൻ്റെ മോൻ ചോദിക്കും ഇപ്പോൾ. അപ്പോൾ ഞാൻ പറയും മക്കളെ അങ്ങനെ ചോദിക്കില്ല, അമ്മമ്മയുടെ അച്ഛൻ്റെ മനസ്സ് വേദനിക്കും. അമ്മയ്ക്ക് ഇതാണ്, അമ്മ ഇങ്ങനെ ആയത് ചിലപ്പോൾ ഇത്രയും സ്ട്രഗിൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോണിയ മൽഹാറൊക്കെ ആയത്. അതല്ല അയാൾ നന്നായിട്ട് സ്നേഹിച്ച് 2 കുട്ടികളുടെ അമ്മയായിട്ട് അയാളുടെ ഭാര്യയായിട്ട് ഒതുങ്ങി ജീവിച്ച എന്നെ ആരെങ്കിലും അറിയുമോ? ആ കാട്ടിനകത്ത് ജീവിച്ച് മരിച്ചു പോകും. എന്നെ ഒരു 10 പേരെങ്കിലും അറിയണമെന്നുള്ളത് ചിലപ്പം കാലത്തിൻ്റെ കൂടെ ഒരു തയ്യാറെടുപ്പാവാം. അതുകൊണ്ടാവാം ഇത്രയും സ്ട്രഗിൾ നമുക്ക് ലൈഫിൽ വന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറയും ഒരിക്കലും അങ്ങനെ ചോദിക്കരുതെന്ന് പറയും. എന്തായാലും കോടതി വഴി ഞങ്ങൾ ലീഗലി ഡിവോഴ്സായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 കുഞ്ഞുങ്ങളെ അദ്ദേഹത്തിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജഡ്ജിയോട്, അപ്പോൾ അവർ ഉച്ചയ്ക്ക് ശേഷം കേസ് വെച്ച് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു
ഒരിക്കലും ഇല്ല. പിന്നെ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളെങ്ങനെ കുഞ്ഞിനെ വളർത്തുമെന്ന് ചോദിച്ചു ജഡ്ജി. ഞാൻ പറഞ്ഞു അന്ന് ഞാൻ സിനിമയില്ല, ഒന്നുമില്ല, എനിക്ക് പിന്നെ ഒരു ഇതുമില്ല. ഞാൻ ഈ 6 വർഷം പുള്ളി എന്നെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞില്ല, ആ സമയത്ത് ഞാൻ കുഞ്ഞിനെ വളർത്താനൊക്കെ കുറേ കഷ്ടപ്പെട്ടു. അത് പറഞ്ഞില്ലായിരുന്നു. അത് ഒരു സ്കൂളിൽ, ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ, ചോഴിയക്കോട് എന്ന് പറയും, കൊളുത്തുപുഴയ്ക്കടുത്തൊരു ഒരു ചർച്ചിൻ്റെ കീഴിലുള്ള സ്കൂളിൽ 3000 രൂപയ്ക്ക് ട്യൂഷൻ എടുത്തും അവിടുത്തെ കുഞ്ഞുങ്ങളെ, നഴ്സറി കുട്ടികളെ പഠിപ്പിച്ചുമൊക്കെയാണ് ഞാൻ എൻ്റെ മൂത്ത കുട്ടിയെ അവിടെ ആ സ്കൂളിൽ തന്നെ ചേർത്തിട്ട് വളർത്തിയത്. കാരണം അച്ഛൻ്റെ മുമ്പിൽ കൈനീട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എല്ലായിടത്തു നിന്നും കുറ്റപ്പെടും, നമ്മൾ ചെണ്ട പോലെ ഇവിടുന്ന് സങ്കടം കൊണ്ട് അങ്ങോട്ടില്ലമോ അങ്ങനെ. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ നിന്നും ആശ്രയമില്ല, സ്വന്തം വീട്ടിൽ നിന്നും കുറേ വിഷമങ്ങൾ, അവരവരുടെ പ്രയാസങ്ങളായിരിക്കും. അങ്ങനെ ഒരു ഇതിൽ പിന്നെ ജോലിക്ക് പോയി. പിന്നെ PG ഒക്കെ അവന് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പഠനം അവിടെ വെച്ച് എനിക്ക് PGക്ക് 2nd ഇയറിന് എക്സാമിന്, സത്യത്തിൽ അന്ന് എക്സാം ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് അവിടെ വെച്ച് സ്റ്റോപ്പായി. പിന്നെ ഈ ചോഴിക്കോട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി അങ്ങനെയാണ് ആ കാലഘട്ടം ഞാൻ മറികടന്നത്. അപ്പോൾ എന്നോട് ഈ കോടതിയിൽ ജഡ്ജി ചോദിച്ചു നിങ്ങൾ എങ്ങനെയായി കുഞ്ഞിനെ വളർത്തും എന്ന് വെച്ച്, 2 കുട്ടികളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു മാഡം എനിക്ക് ട്യൂഷൻ എടുക്കാനറിയാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആ സമയത്ത് എന്ത് ജോലി എടുത്താലും, മോഷണവും പിടിച്ചുപറിയും തെറ്റായ വഴിയല്ലാതെ എന്ത് വഴിയിലും ഞാൻ ജോലി എടുത്തിട്ടല്ല എൻ്റെ കുട്ടികളെ നോക്കും, എനിക്ക് കുട്ടികളെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു തർക്കത്തിലെത്തി. പുള്ളി ഭയങ്കര വാശിയിലായി, പുള്ളിക്ക് വേണം എന്നുള്ളത്. അപ്പം ഞാനൊരു തീരുമാനം, വീണ്ടും നമ്മൾക്ക് മറ്റേ ഒരു അമ്മയുടെ മനസ്സ് കയറുമ്പോൾ നമ്മൾ കോടതിയാണെന്ന് നോക്കത്തില്ലല്ലോ എന്താ പറയണതെന്ന്. അപ്പോൾ കോടതിയിലെ ഷോ ആണ് ശരിക്കും. കോടതി കയറി ആത്മഹത്യ ചെയ്യുമെന്നൊന്നും പറയാൻ പാടില്ല, അതെനിക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ജഡ്ജിയോട് പറഞ്ഞത് ഇതാണ്. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ മിണ്ടാപ്പൂച്ചയായിട്ടിരുന്നാലും നമ്മൾ അനുഭവിച്ചു വന്ന വേദനകൾക്ക് ഒരാൾ ചോദിക്കുമ്പം കറക്റ്റായിട്ട് മറുപടി പറയാൻ നമുക്ക് പറ്റും. ജഡ്ജിയോട് ഞാൻ പറഞ്ഞ ഇതാണ്, ജഡ്ജിയാണെന്നോ കോടതിയാണോ ഭയപ്പെടേണ്ട സ്ഥലമാണെന്നൊന്നും ആ സമയത്ത് തോന്നിയില്ല. ജഡ്ജിയോട് ഞാൻ പറഞ്ഞു മാഡം, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അരയ്ക്ക് താഴോട്ട് തളർന്ന് അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയാണ് മൂത്ത കുട്ടിയെ. 2ാമത്തെ കുട്ടിയെ ജീവൻ മരണ പോരാട്ടത്തിൽ കിട്ടിയാണ്. അന്ന് 2ാമത്തെ കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1 വയസ്സിൽ അത് മുറിവ് അപ്പോഴും അകത്ത് ഉണങ്ങാൻ സമ്മതിക്കാതെ ഈ പിന്നെ സെക്ഷൽ ടോർച്ചർ ചെയ്യുന്നതുകൊണ്ട് അടിവയറ്റിൽ അത്രയും സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ നമ്മുടെ വയറ്റിൽ, അതൊന്നും മുറിവ് ഉണങ്ങില്ല. എപ്പോഴും എനിക്ക് സിസേറിയൻ്റെ അതുപോലത്തെ പെയിനായിരുന്നു ഈ കുഞ്ഞിന് 1 വയസ്സായപ്പോഴും. കാരണം പുള്ളിയുടെ കയ്യിലാണല്ലോ ഞാൻ അപ്പോഴും ഉള്ളത്. അപ്പോഴും എനിക്ക് ആ വേദന താങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ആ വേദന പോലും ഇതുവരെ മാറിയിട്ടില്ല മാഡം, അതുകൊണ്ട് തന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഈ കോടതിയിൽ നിന്ന് മക്കളെ തരാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നെന്ന് ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ഞാൻ ചെയ്തേനെ കേട്ടോ. എനിക്ക് മക്കളെ അന്ന് ആ ഒരു ദിവസം എൻ്റെ കുട്ടികളെ എൻ്റെ കൂടെ വീട്ടിലെ ഉറപ്പായിട്ടും ഇന്ന് ഇവിടെ ഇരിക്കാൻ ഞാൻ ഉണ്ടാവില്ല തീരുമാനിച്ചതാണ്. വളരെ കടുത്ത തീരുമാനമായിരുന്നു. ഞാനത് കോടതിയിൽ പറയുകയും ചെയ്തു, ഞാൻ എഴുതി വെച്ചിട്ട് മരിക്കും മാഡം, കാരണം ഈ കുട്ടികളാണ് എൻ്റെ ജീവിതം, അപ്പോൾ അവരില്ലാതെ പിന്നെ ഞാൻ തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജിക്ക് അത് എൻ്റെ ഒരു വേദനിക്കുന്ന വാക്കുകൾ കേട്ടതുകൊണ്ടാവാം എന്തോ എന്നെ അവസാനം ഒരു 3:30 ആയപ്പോൾ ഓർഡർ വന്നു 2 മക്കളെ എനിക്ക് തരാൻ വേണ്ടി. പിന്നെ ചോദിച്ചു എത്ര ലക്ഷം രൂപ വേണം അയാളുടെ നിന്ന് കോമ്പൻസേഷനായിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതം ഒരാൾ ചവിട്ടി തേച്ച് തകർത്തിട്ട് 17 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് വലിച്ച് ചണ്ടിയാക്കി ഇത്രയാക്കി 2 കുഞ്ഞുങ്ങളെ സമ്മാനിച്ചിട്ട് ഇനി എനിക്ക് അയാളുടെ പണം എന്തിന്? ഞാൻ പറഞ്ഞു എനിക്ക് 1 രൂപ എനിക്കത് വേണ്ടാന്ന് വെച്ചിട്ടാ അതെ അതാണ് സാറേ. അപ്പം ഞാനത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു പൈസയും വേണ്ട, എനിക്ക് എൻ്റെ മക്കളെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. പിന്നെ നമ്മൾക്ക് വേണ്ടെങ്കിലും കോടതി ഒരു കോമ്പൻസേഷൻ എഴുതും, ചെറുതായിട്ടൊരു 1500 2000 രൂപ ഓരോ കുട്ടിക്ക്. അത് 1-2 മാസം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അയാൾക്കെതിരെ കേസ് കൊടുത്ത് അയാളെ ജയിലിലിടാം. എന്ത് കാര്യത്തിന്? ഞാൻ ഒന്നിനും പുറകെ പോയിട്ടില്ല. അന്നും പണത്തോട് എനിക്ക് ആർത്തിയില്ല, ഇപ്പോഴും ഇല്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിനും പോയിട്ടില്ല, ആളെ വെറുതെ വിട്ടു. പിന്നെ ആൾ പിന്നീടും 2ാമതൊരു വിവാഹമൊക്കെ കഴിഞ്ഞു, അതും ഒരു പ്രശ്നത്തിലായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടെന്നാണ് ഇപ്പോൾ അറിഞ്ഞത്. ഇടയ്ക്ക് പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ മക്കളുടെ കാര്യത്തിനൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും, ഞാൻ ഫോൺ എടുക്കും. ഞാൻ പിന്നെ അതുവഴിക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ് വീണ്ടും ആ നാട്ടിലൂടെ വീണ്ടും പോകാറുണ്ട്. ആ നാട്ടിലെ പരിപാടികൾക്ക് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ ഇപ്പോഴും വിളിച്ചിരുന്നു 30-ാം തീയതി. എനിക്ക് ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റില്ല, ഷൂട്ടുള്ളത്. ആ നാട്ടിലെ പരിപാടികൾക്കൊക്കെ നമ്മൾ ഗസ്റ്റായിട്ട് പോകുമെന്ന് പറഞ്ഞാൽ വിധിയുടെ വിളയാട്ടമല്ലേ. കരഞ്ഞുകൊണ്ട് ഓടിയ വഴികളിലൂടെ നമ്മളെ
അത് ഭയങ്കര ഇതാണ്. ഞാനത് ആ വഴിയിലൂടെ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കയറാനുണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇപ്പോഴും ഈ ക്രൂരമായി പീഡിപ്പിച്ച ആ വീട്ടിൽ ആ അമ്മയോട് സംസാരിക്കാൻ അമ്മ ഇപ്പോഴും ഉണ്ട്. അച്ഛൻ മരിച്ചുപോയി, അമ്മ ഉണ്ട്, നാത്തൂനുണ്ട്, അവരെയൊക്കെ കാണും. എനിക്ക് എന്തായാലും നമ്മളിപ്പോഴും ഒരു മുട്ടായി കൊടുത്താൽ അവരും വാങ്ങും, അവർ തന്നാൽ ഞാനും വാങ്ങും. ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ആ വീട്ടിലെ വേറെ ആരും ഒരു പ്രശ്നമില്ല. അത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ ഇപ്പം പറ്റിയെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. പിന്നെ എനിക്ക് എൻ്റെ ഈ ഒരു ജീവിതം കഴിഞ്ഞതിന് ശേഷം രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജീവിക്കണം എന്നുള്ളൊരു വലിയ, നമ്മൾ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരിത് കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും തേടി. പിന്നെ ഒരു ഇൻഷുറൻസ് കമ്പനി ബിർളയിലായിരുന്നു, അവിടെ അഡ്വൈസറായിട്ട് പുനലൂർ. അവിടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും 100 പേരുള്ള ഒരു ഓഫീസിൽ ഏറ്റവും നമ്പർ 1 റാങ്കിലേക്ക് എത്താനും നന്നായിട്ട് പ്രവർത്തിക്കാനൊക്കെ പറ്റി. അപ്പോൾ അന്ന് ഒത്തിരി കാശും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ എനിക്ക് ഞാൻ അനുഭവിച്ച പോലെ ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് കുടുംബത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്, ഫുഡിനായാലും എല്ലാം. അപ്പോൾ ആ സമയം എനിക്ക് കാർ വേണമെന്നോ വീട് വേണമെന്നോ അല്ല തോന്നിയത്. എനിക്ക് കിട്ടുന്നത് ഇൻഷുറൻസിൽ അറിയാമല്ലോ, നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാസം നമുക്ക് നല്ലൊരു പൈസ കിട്ടും. അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ സമൂഹത്തിലും എൻ്റെ കുടുംബത്തിലും ഒക്കെ ആയിട്ട് ചിലവഴിക്കുമായിരുന്നു. ഒരുപാട് ആളുകളെ ആ സമയത്ത് സഹായിക്കാൻ പറ്റി. അങ്ങനെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിൽ ഒരു ക്യാമറാമാനെ, തിരുവനന്തപുരത്തുള്ള ഒരു ക്യാമറാമാനെ പരിചയപ്പെടുമ്പോഴാണ്, ശരിക്കും ഈ ഇൻഷുറൻസ് ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോകുന്ന സ്റ്റുഡിയോയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ണുകൾ, ഞാനും എൻ്റെ വലിയച്ഛൻ്റെ മോളുണ്ട്, അവർ LIC ചെയ്യുക. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെയാണ് ട്രാവൽ. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ കണ്ണുകൾ ഭയങ്കര എക്സ്പ്രസീവാണ്, അപ്പോൾ കുറച്ച് സ്റ്റിൽ എടുത്തോട്ടെ, നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കുകയും പിന്നീട് ഈ സിനിമയിലേക്കുള്ള എൻട്രി വരുന്നു. അതിന് കാരണക്കാരൻ വേറൊരാളാണ്. ഇപ്പം നിങ്ങൾക്ക് മീഡിയയ്ക്കൊക്കെ അറിയാവുന്ന എൻ്റെ ജീവിതത്തെ പടുത്തുയർത്തിയ ഒരാളുണ്ട്. അതായത് ഈ ഇത്രയും വേദനകൾ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നീട് ആലോചിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു ജീവിതം വേണം, എനിക്ക് കുറച്ച് നാളായാലും പിന്നെ എനിക്കൊരു പോരാട്ടം. കാരണം ഞാൻ എൻ്റെ മുമ്പിൽ കാണാൻ പാടില്ലാത്തൊരു കാര്യം കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം ഞാൻ ആലോചിച്ചെന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ലൈഫ് ഒരാണിനെ എനിക്കും ഇതുപോലെ ക്രൂരമായിട്ട് ഞാൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ തിരിച്ച് ചിന്തിച്ചിരുന്നു ആദ്യം. അതായത് ഭർത്താവിനെ നോക്കിയിരുത്തിയിട്ട് ഒരു അന്യപുരുഷനെ വിളിച്ചുകൊണ്ട് വന്നൊരു സ്ത്രീ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് ഇവിടുത്തെ സദാചാര ബോധത്തിന് ചേരുന്നതല്ല. അപ്പം അത് ചിന്തിക്കാൻ കൂടി പറ്റില്ല. പക്ഷെ ആ സമയത്ത് ഞാനിങ്ങനെ ക്രൂരമായ എൻ്റെ മൈൻഡ് ഇങ്ങനെ മാറും, ഇങ്ങനെ ചെയ്താലോ. എന്നിട്ട് ഞാൻ വിചാരിക്കും നമ്മൾ പുള്ളിയുടെ പോലെ നമ്മൾ ഒരിക്കലും തരം താഴാൻ പാടില്ല, അപ്പം അങ്ങനെ ഒന്നും ചെയ്യില്ല. പിന്നെ ആഗ്രഹിച്ചു, പിന്നെ എന്ത്, അയാൾക്കൊരു പണി മീൻസ് അയാളൊന്ന് വിഷമിക്കണം, അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തെക്കാൾ കൂടുതൽ അയാളോടുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. എനിക്കൊരു ചെറിയ പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരാളെ കല്യാണം കഴിക്കണം, അത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ആ പ്രായത്തിൽ അങ്ങനെ. പിന്നീട് 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ ഒറ്റയ്ക്കായി പോവും ഈ ഒരു പ്രായത്തിൽ, അപ്പോൾ എനിക്കൊരു നല്ല ജീവിതം. അങ്ങനെ ഒരാൾ വന്നാൽ കുറേ പ്രപ്പോസലൊക്കെ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ആദ്യം ഞാൻ നല്ലോണം ഇരുന്നപ്പോൾ, അതായത് ഈ കല്യാണത്തിന് കൊണ്ടുപോയി എന്നെ ബലി കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട്, എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് പോലും എന്നോട് പ്രണയമായിരുന്നു എന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ ഒരുപാട് നല്ല പ്രണയങ്ങളെ ഞാനും വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും പറയുന്നതല്ലാതെ ഒന്നിലേക്കും എൻ്റെ മൈൻഡ് ഫോക്കസ് ചെയ്ത് പോവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നിട്ട് ഞാൻ വന്നതെല്ലാം ഇങ്ങനെ തിരസ്കരിച്ച് നിന്ന് ആ സമയത്ത് ജീവിതം ആഗ്രഹിച്ചിരുന്നു. പിന്നെ പറ്റിയ ഒരാൾ, എന്നെ സ്നേഹിക്കുന്ന, എല്ലാത്തിലുപരി പണമോ സൗന്ദര്യമോ അല്ലാതെ മനസ്സുകൊണ്ട് എനിക്ക് കിട്ടാത്തതൊരു കെയറിങ് ആണ്, ഒരു സംരക്ഷണമാണ്, ഒരു സ്നേഹമാണ്, ഒരു തലോടലാണ്. അത് മതി ഒരു സ്ത്രീക്ക്. ശരിക്കും പറഞ്ഞാൽ ഏത് വലിയൊരു IPS റാങ്കുള്ള ഒരു ലേഡിയോട് നിങ്ങൾ സംസാരിച്ചാലും അറിയാൻ പറ്റും, അവൾക്ക് വേണ്ടതൊരു ചേർത്ത് പിടിക്കലാണ്. അവൾ തളരുമ്പോൾ നിനക്ക് ഞാനുണ്ടെന്നുള്ളൊരു വാക്കാണ്. ആ ഒരു വാക്ക് മതി. ഒരു ഡയമണ്ട് നെക്ലേസിനേക്കാൾ അല്ലെങ്കിൽ വലിയ വില കൂടിയ വണ്ടികൾ കൊടുക്കുന്നതിനേക്കാൾ ഒരു സ്ത്രീ വില മതിക്കുന്നത്, എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും അതാണ്. ഒരു ചേർത്ത് പിടിക്കലിൽ തീരും. അത്രേ ഉള്ളു പെണ്ണ്. അത്ര സിമ്പിളാണ്. ആ സ്ത്രീയെ ഹാൻഡിൽ ചെയ്യാൻ അറിയാമെങ്കിൽ പവർഫുൾ ആക്കാനും പറ്റും, തളർത്താനും പറ്റും ഒരു പുരുഷന്. അപ്പോൾ ശരിക്കും ഞാനത് അനുഭവിച്ചതാണ്. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ തീരുമാനിക്കുകയാണ്, എനിക്കൊരു ലൈഫ് വേണം. ഇത്രയും നാൾ അനുഭവിച്ചതെന്ന് മാറിയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സൊസൈറ്റിയിൽ ചെയ്യണം. പിന്നെ കരഞ്ഞിരിക്കാൻ ഞാൻ ആ സമയം വരെ നന്നായിട്ട് ഇങ്ങനെ ഓർത്തോർത്ത് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു. പിന്നീട് മനസ്സ് മാറുകയാണ് ഒരു ജീവിതത്തിന് വേണ്ടി. അപ്പോൾ എനിക്ക് മനോജ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന, ഞാൻ രണ്ടാമത് വിവാഹം ചെയ്ത് ഒരാളിലേക്ക് എത്തുകയാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചു പോയതാണ്. ശരിക്കും പറഞ്ഞാൽ അവളുടെ പേരാണ് സോണിയ. അദ്ദേഹം ആൻഡമാനിലായിരുന്നു, ആൻഡമാനിലെ നേവിയിലായിരുന്നു ജോലി. അപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വൈഫിൻ്റെ മരണത്തോടെ പുള്ളി നാട്ടിലേക്ക് വന്നതാണ്. പിന്നെ മറ്റൊരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടക്കുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് എന്നെ കാണുന്നതും. അങ്ങനെ പുള്ളി നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു ഭീകരമായൊരു അവസ്ഥയിലൂടെയൊക്കെ പോയി, കുറേ കോംപ്ലിക്കേഷനിലൂടെ പോയെങ്കിൽ പുള്ളിക്കെന്ന് വെച്ചാൽ പുള്ളി എന്നോട് പറഞ്ഞത് ഐ നീഡ് യു അറ്റ് എനി കോസ്റ്റ്. ഇതാണ് ഒരു പുരുഷൻ. എനിക്കങ്ങനെ ആരും മെസ്സേജ് ഒന്നും വെച്ചിട്ടില്ല ആ സമയത്ത്. അപ്പോഴിങ്ങനെ വാട്സപ്പ് ഇതൊക്കെ വന്നൊരു ടൈമാണ്. അപ്പോൾ നമ്മളെ എന്ത് വില കൊടുത്തും വേണമെന്നൊരു പുരുഷൻ എൻ്റെ ഇവിടെ അങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ളൊരു വാക്ക് കേൾക്കുന്നത് അപ്പോഴാണ്. അതെൻ്റെ മനുവേട്ടനാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ മനുഷ്യനോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി. ആ മനുഷ്യനോടൊപ്പം ജീവിക്കാമെന്ന് തീരുമാനിക്കുക. അങ്ങനെ ഞങ്ങൾ ജീവിതം തുടങ്ങുക. അപ്പോൾ അതാണ് ശരിക്കും തിരുവനന്തപുരത്തേക്ക് ഒരു പറിച്ചു നടൽ, സിനിമ, അങ്ങനെ എല്ലാ ഇതിലേക്കും വരുന്നത് അങ്ങനെയാണ്. മനുവേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അനുഭവിച്ചില്ല ആദ്യത്തെ ഒരു അതിന്റെ നേരെ സ്വർഗം. സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരാളെ രൂപപ്പെടുത്തിയെടുത്തതിന് അദ്ദേഹത്തിന് ഒരു വലിയ പങ്കുണ്ട്. തീർച്ചയായിട്ടും. മനോജ് ചന്ദ്രശേഖർ ഇല്ലെങ്കിൽ സോണിയ മൽഹാർ എന്നൊരു വ്യക്തി ഉണ്ടാവില്ല. എന്നയോ മണ്ണടിയേണ്ട ഞാനാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, എൻ്റെ കരച്ചിൽ മതിയാക്കിയിട്ട് എന്നോട് പറഞ്ഞ ഇതാണ്, ഒരു സ്ത്രീകളും വെറുതെ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കണ്ണുനീരിന് പോലും വാല്യൂ ഉണ്ടെന്ന് പറയുന്ന ഒരാളാണ്. വെറുതെ അർഹതയില്ലാത്തവരടുത്ത് കരയരുത് മോളെ എന്ന് പഠിപ്പിച്ച ഒരാളാണ്. അപ്പോൾ ശരിക്കും എന്നെ സന്തോഷിപ്പിക്കാൻ എൻ്റെ കുട്ടികളെ അതുപോലെ, അവർ പപ്പ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ മക്കളൊരച്ഛൻ്റെ വാത്സല്യം, സ്നേഹം എല്ലാം അനുഭവിച്ചത് അദ്ദേഹത്തിലൂടെയാണ്. അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇല്ല, ക്യാൻസർ ആയിരുന്നു. പക്ഷേ അതൊരു വലിയ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. എന്നാൽ പോലും എനിക്ക് തന്ന വളരെ കുറച്ച് നാളെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു 7 വർഷത്തിനകത്ത് മാത്രമാണ് എനിക്ക് ആ നല്ല ജീവിതം കിട്ടിയത്. 7 വർഷം കൊണ്ട് ഒരു 70 വർഷത്തിന്റെ ഒരു ജീവിതം മടക്കി തിരിച്ചു വരികയാണ് ചെയ്തത്. തീർച്ചയായിട്ടും. അത് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ എന്നോട് ഫസ്റ്റ് ചോദിക്കുന്നത് തന്നെ എന്ത് ചെയ്യാനാണ് ആഗ്രഹം, എങ്ങനെയാണ് സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ എന്തായിരുന്നു നിൻ്റെ ജീവിത ലക്ഷ്യം, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ പറയും. അങ്ങനെ ഒരാളും ചോദിക്കില്ലല്ലോ പാർട്ട്ണറോട്. ഇത് ഫസ്റ്റ് തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം, എനിക്കിങ്ങനെ ഒരുപാട് ആളുകളെ സഹായിക്കണം, കുറേ സേവന പ്രവർത്തനങ്ങൾ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് പിന്നെ ആക്സിഡൻറ്റിലാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ നല്ല സിനിമയിൽ അഭിനയിക്കണം. അപ്പോൾ സിനിമയ്ക്കൊന്നും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും പോകാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുടുംബത്തിലാരും, അച്ഛൻ ഗൾഫിലൊക്കെ അത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ സ്റ്റുഡിയോയുടെ പേര് ഞാൻ മറന്നുപോയി, സെന്നാണ് ആളുടെ പേര്. പുള്ളി ട്രിവാൻഡ്രത്തൊരു സ്റ്റുഡിയോ ഉണ്ട്. പുള്ളിയുടെ ഓഫീസിലേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസ് ആവശ്യമായിട്ട് പോകുമ്പോൾ പുള്ളി ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാം, അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രോജക്റ്റൊക്കെ വന്നാൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ വന്ന് മനോട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മനോട്ട പിന്നെ ഇങ്ങനെ ഒരാൾ അത് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ പെർമിഷൻ ചോദിച്ചായിരുന്നു. നമ്മൾ എടുത്തോളാൻ പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നിട്ടാണ് പുള്ളി സമ്മതിക്കുന്നത്. ഞാനും എൻ്റെ ഒരു കസിൻ സിസ്റ്ററും കൂടെ പോയത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോസൊക്കെ എടുത്തു. പുള്ളി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ക്യാമറാമാൻ പിന്നെ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട്, ഷോർട്ട് ഫിലിമല്ല ഒരു സീരിയലാണ്, അത് ദൂരദർശനിൽ DD4 വരുന്ന ഉച്ചയ്ക്ക് വരുന്ന ഐതിഹ്യമാല എന്ന് പറയുന്നൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെ ഡയറക്ടർ വിളിച്ചു, ഞാൻ പോയി ആക്ട് ചെയ്തു. അതൊരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യക്ഷിയായിട്ട്, അതായത് നേരിയതൊക്കെ കൊടുത്ത് അങ്ങനത്തെ സുന്ദരിയാക്കിയിട്ടുള്ള, അപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്തു, മുടിയൊക്കെ ഇത്രയും വെച്ചു, ഭംഗിയാക്കി, കൊള്ളാമല്ലോ സംഭവം. അങ്ങനെ ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പം നമുക്ക് ക്യാമറ ആംഗിൾ ഒന്നും അറിയത്തില്ലല്ലോ, ഫോക്കസ്. അപ്പം നമ്മളിങ്ങനെ മൂവ് ചെയ്തൊക്കെ പോകുമ്പോൾ പിടിച്ച് അവിടെ നിർത്തും, അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വെച്ച് ടെലികാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല, ഫസ്റ്റ് അല്ലേ. അപ്പം ഞാൻ മനോട്ടനോട് വന്ന് പറഞ്ഞു, മനോട്ടൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം, ഇതുവരെ പോകുന്നുള്ള നോക്കാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്തപ്പോഴാണ് അച്ഛനും അമ്മയും അറിയുന്നത്. അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് TV വയ്ക്കാൻ പറഞ്ഞു, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട്
എന്നെ കാണിച്ചു കൊടുത്തത്. അപ്പോഴാണ് അച്ഛനും അമ്മയും അറിയുന്നത്. അപ്പോൾ അവർ പിന്നീട് അവർക്കത് ഇഷ്ടമായി. അങ്ങനെ പിന്നെ വീട്ടുകാരും ആദ്യം പേടിയായിരുന്നു, വീട്ടുകാർ സമ്മതിക്കില്ല. പിന്നെ മനുവേട്ടൻ പറഞ്ഞ് വീട്ടുകാരെ സമ്മതിപ്പിച്ചു. മനുവേട്ടനാണ് ലൊക്കേഷനിൽ കൊണ്ടുവിടുക, പിന്നെ ഒരു ചേച്ചിയും കൂടെ കൂട്ടവരെ അങ്ങനെയൊക്കെല്ലാം ചെയ്യാം. അപ്പോൾ എല്ലാ സപ്പോർട്ടും ആൾ തന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അങ്ങനെ ഈ സിറ്റിയിലെല്ലാം ഭക്ഷണം കൊടുക്കാനും ആൾ അന്നൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പം കാറിൽ എനിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ കുറേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ എന്നെ കൊണ്ടുവിട്ടിട്ട് ആൾക്ക് കുറച്ച് തിരക്കുണ്ടെങ്കിൽ എന്നെ ഏതെങ്കിലും ഈ ആൾക്കാർ ഭിക്ഷക്കാരിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടിട്ട് പോവും. പിന്നെ ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഈ ബാഗിലിരിക്കുന്ന ഫുഡെല്ലാം എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ ഫോൺ ചെയ്യുമ്പോഴേ എന്നെ വന്ന് പിക്ക് ചെയ്യും. അങ്ങനെയായിരുന്നു ഈ റോഡിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ സിനിമകളും ചെറിയ ചെറിയ, അപ്പോൾ ഈ സീരിയലിൽ നിന്ന് പിന്നെ സിനിമ ഓരോ ലൊക്കേഷനിൽ നിന്നും ഇങ്ങനെ ആൾക്കാർ പറയും ഇങ്ങനെ പാവൊരു കുട്ടിയാണ്, അങ്ങനെ പൈസ ഇല്ലെങ്കിലും അഭിനയിക്കും, ഇതാണ് എൻ്റെ പ്രശ്നം, അപ്പോൾ കാശില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം ആക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്ത് പിന്നെ ഇങ്ങനെ കുറേ സിനിമകളും അങ്ങനെ വലിയ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു. പിന്നെ ഇങ്ങോട്ട് ഒരു 6ഓളം സിനിമയിൽ ഈ ആർട്ട് പടങ്ങളുടെ നായികയായിട്ട് അങ്ങനെ ഒതുക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊമേഴ്സ്യൽ സിനിമയിൽ വേണ്ടത്ര ഒരു പ്രാധാന്യം പലപ്പോഴും എനിക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 3 സിനിമ ഇനി റിലീസാകാനുണ്ട്. ഒരു തമിഴ് പടം, ഫസ്റ്റ് ഒരു തമിഴ് പടം ചെയ്തിരിക്കുകയാണ്. സിനിമയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണോ? വരുമാന മാർഗം എന്ന് പറയുന്നത് സിനിമ. എനിക്ക് വേറൊന്നും സത്യത്തിൽ അറിയില്ല. വേറൊരു ജോലി ചെയ്യാനൊട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി എൻ്റെ പ്രവർത്തനത്തിന് കുറച്ച് ഫ്രീഡം വേണ്ടേ. ഈ ഞാനിപ്പോൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഡൽഹിയിലാണ് ട്രസ്റ്റ് ഓഫീസ്, ഗ്ലോബൽ പീസ് അതോറിറ്റി എന്നാണ് ട്രസ്റ്റിൻ്റെ പേര്. അപ്പോൾ അത് പീസ് ബിൽഡിംഗ് ആണ് മെയിൻ, പ്ലസ് സോഷ്യൽ സർവീസ്. ഇപ്പം നടക്കുന്ന ഈ ഒരു വാറും ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഇല്ലാത്തൊരു സുന്ദരമായ ലോകമാണ് നമ്മുടെ സ്വപ്നം. അതിന് നമ്മൾ തുടങ്ങി വെക്കുകയാണ്. എന്തൊക്കെ ആകും, ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് പലതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഡ്രഗ്സിനെതിരെയുള്ള എൻ്റെ തന്നെ ജീവിതം തകർത്ത, അതുപോലെ ഒരുപാട് സ്ത്രീകളുടെയും കുടുംബത്തിൻ്റെയും ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സിനെതിരെയുള്ളൊരു മിഷനാണ് ഞങ്ങൾ ഫസ്റ്റ് ഇപ്പം ചെയ്തത്. കേരള പോലീസിലെ ഓഫീസേഴ്സും ക്രൈം ബ്രാഞ്ചിലെ ഓഫീസേഴ്സും പിന്നെ ദുബായ് പോലീസ് ട്രെയിൻ ചെയ്തൊരു ഡോഗുണ്ട്. ആ ഡോഗും ഒക്കെ ചേർന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ട്രസ്റ്റിൻ്റെ കെയർ ഓഫിലാണ്. ഞാൻ പോയിട്ടില്ല. പോലീസ് ഓഫീസേഴ്സും പിന്നെ ലണ്ടനിലുള്ളൊരു മലയാളി, അവരെല്ലാവരും കൂടെ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നു. ഇനി അവർ കുറച്ചുകൂടി വിപുലമായിട്ട് ഡ്രഗ് ഫ്രീ ഇന്ത്യ എന്നുള്ളൊരു മിഷനാണ്, ഒപ്പം ഡ്രഗ് ഫ്രീ വേൾഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കകത്താണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ. അതിങ്ങനെ ഒരു വേൾഡ് വൈഡ് ആക്കണം എന്നുള്ളൊരാഗ്രഹം, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പീസ് ബിൽഡിങ്ങിന് വേണ്ടി, അതായത് ഇന്നിപ്പോൾ ഈ മണിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന, സത്യത്തിൽ കുറേ ദിവസങ്ങളായിട്ട് നമുക്കും നിങ്ങളെപ്പോലെ തന്നെ മാനസികമായിട്ട് അത്രയും ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. മാധ്യമപ്രവർത്തകർക്ക് കൂടുതലുണ്ടാവും നിങ്ങൾ ഈ വാർത്തകളെല്ലാം കണ്ട്, അതുപോലെ തന്നെ വേദനിപ്പിക്കുകയാണ് നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ ഗോത്രവർഗം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത് അവർക്ക് ആ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ സംവരണമൊക്കെ പിന്നീട് നമ്മുടെ ഈ വ്യവസ്ഥിതിയൊക്കെ ഫുള്ള് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ഭരണകർത്താക്കളോ അല്ലെങ്കിൽ അങ്ങനൊന്നും വിചാരിച്ചിട്ട് ഇനി പെട്ടെന്നൊരു മാറ്റം വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ കോൺഫ്ലിക്റ്റുകൾ മാറ്റാൻ. അതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെ പോയില്ലെങ്കിൽ ഇതുപോലെ എല്ലാ സ്റ്റേറ്റിലും നടക്കാൻ ചാൻസസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അതെ, ഈ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി ഇനി വരുന്നൊരു ജനറേഷനെങ്കിലും നമ്മൾ മനുഷ്യനെ കണ്ട് ആദ്യം ഇതെല്ലാം എടുത്തു മാറ്റാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂണിഫോം, സിവിൽ കോഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് ആവശ്യമുണ്ട്. അത് എങ്ങനെ പ്രാക്ടിക്കലായി വരും എന്നുള്ളത് അടുത്ത വിഷയമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ സ്നേഹത്തിൻ്റെ പാഠം കുടുംബത്തിൽ നിന്നേ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും സമൂഹത്തെ സ്നേഹിക്കാനും പറ്റും. അതില്ല, നമ്മൾ ഒരു ബുക്കിലും പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതേ ഇല്ല. നമ്മൾ കുറേ ആർക്കും വേണ്ടാത്ത കുറേ തിയറിയും കാര്യങ്ങളുമാണ് സമൂഹത്തിൽ ഒരു അക്കാഡമിക് ലെവൽ എഡ്യൂക്കേഷനായിട്ട് വരുന്നത്. അത് വേണം, വേണ്ടാത്ത മാത്രമല്ല, അത് പലതും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതുമായ അക്കാഡമിക് വാല്യൂ ഉള്ള പുസ്തകങ്ങൾ. അതെ, എന്നുകൂടി നമുക്കത് കൂട്ടിച്ചേർത്ത് പറയാം. സത്യമാണ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. അപ്പോൾ ഇനി വരുന്നൊരു തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില വാല്യൂസ് ഉണ്ട്. മനുഷ്യനെ കാണാൻ. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും ജപ്പാനും ഒക്കെ നമ്മൾ ഈ അതിർത്തി തിരിച്ച് ആളുകളെ അളക്കാൻ തുടങ്ങുന്നതിലാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഗ്ലോബലി മനുഷ്യൻ ഒന്നാണെന്ന് ചിന്തിക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ അവൻ എപ്പോഴും പാകിസ്ഥാനി അവൻ്റെ ശത്രുവായിട്ടും ചൈനക്കാരൻ മറ്റൊരു ശത്രുവായിട്ടും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ആ ഒരു ശത്രുത എനിമിറ്റി നമ്മൾ കുട്ടികളിൽ നിന്ന് കുറച്ചൊരു കഴിയുമ്പോൾ നമ്മുടെ കോമ്പൗണ്ട് വാളിന് അപ്പുറത്തുള്ളവർ നമ്മുടെ ശത്രുവാണ് എന്നുള്ള ചിന്തയിലേക്ക്, ആ രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് ചുരുങ്ങാനുള്ള എല്ലാ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരുടെയും ഒരു പ്രശ്നം ഇതാണ്. ഇപ്പം നമ്മളുടെ മക്കളെ ഭയങ്കര സ്വാർത്ഥരായിട്ട് വളർത്തും. നമ്മൾ മാറണം. നമ്മൾ ഇപ്പോഴത്തെ യങ് ജനറേഷൻ മാറി ഇനി വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ആ രീതിയിൽ മാറ്റിയില്ലെങ്കിൽ ഇതുപോലെ മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കാണേണ്ടി വരും. വാർ എന്തിനാണ്? ശരിക്കും സ്നേഹമില്ലാത്തതുകൊണ്ടല്ലേ? ഒരുത്തൻ്റെ രാജ്യം ആക്രമിച്ച് അവനെ കീഴടക്കണമെന്ന് തോന്നുന്നത് ആ രാജ്യത്തോടും അവിടുത്തെ ജനങ്ങളോടും സ്നേഹമില്ലാത്തതുകൊണ്ടാണ്, കൂറില്ലാത്തത് കൊണ്ടാണ്. ആ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ സഹോദരങ്ങളാണ് മറ്റൊരു രാജ്യത്തുള്ളതെന്ന് തോന്നിയ ഒരു ബോംബും ആരും ഉണ്ടാക്കൂല. സിറിയയിലെ ഒരു ഫോട്ടോ തന്നെ നമ്മളെ ഒരുപാട് കാലം വേദനിപ്പിച്ചതാണ്. ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്ന ഒരു വേദനാജനകമായ ഒരു കാഴ്ച നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. ഇത്ര യുദ്ധങ്ങളോട് നമുക്ക് നോ പറയേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം. സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ജീവിതം എന്ന് പറയുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു ട്രാജഡി, ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ നമ്മൾ ഇപ്പം കേട്ട് കഴിഞ്ഞു. പലതും ഞാൻ മനസ്സിൽ തേങ്ങിക്കൊണ്ടാണ് പല കഥകളും ഞാൻ കേട്ടത്. കാര്യം ഞാനൊരു മനുഷ്യജീവിയാണ്. ഒരു മനുഷ്യജീവിക്കും സഹിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള പീഡാനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ സിനിമയിലേക്ക് തിരിച്ചെത്തുമ്പോൾ മറ്റൊരു മേഖലയാണ് സിനിമ. അവിടെ എങ്ങനെയായിരുന്നു? എത്രത്തോളം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്? പിന്നിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും? സിനിമ ശരിക്കും പറഞ്ഞാൽ സിനിമാ ലോകത്ത് ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരു ശാരീരിക പീഡനത്തിലപ്പുറം മാനസികമായിട്ടുള്ള പീഡനങ്ങളിലൂടെയാണ് എന്നെപ്പോലൊരാളെ എത്തിച്ചത്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി പുറകോട്ടേക്ക് പറയേണ്ടി വരും. അതായത് ഞാൻ മനുവേട്ടനെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം രണ്ടാമത് ഒരു വിവാഹം, എൻ്റെ സിനിമ, എൻ്റെ ജീവിതം തുടങ്ങുന്നു എന്നുള്ളൊരു തോന്നലിൽ വളരെ ആഹ്ലാദിച്ചാണ് ജീവിതം പോകുന്നത്. ആ സമയത്ത് നമ്മൾക്ക് സിനിമയാണ് നമ്മുടെ ഓപ്ഷൻ. പല കാര്യങ്ങൾ ഇപ്പം നമുക്ക് റെമ്യൂണറേഷൻ പറഞ്ഞിട്ട് തരാതിരിക്കുക, അങ്ങനെ അല്ലെങ്കിൽ വാക്ക് പറഞ്ഞിട്ട്, അതുപോലെ ഇവിടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു 10 വർഷത്തെ സൗഹൃദം വച്ചിട്ട് ഒരു സിനിമ നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത് വന്നതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, സിനിമ വന്നു, ആ സമയത്ത് പ്രളയം വന്നു, അത് റിലീസിങ് മാറ്റി വെച്ചു. പിന്നെ ഈ ക്യാഷിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടത് ആ പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ പേരിലായിരുന്നു ബാനർ വന്നത്, മൽഹാർ മൂവി മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാനർ വന്നെങ്കിലും ഈ പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ട് സംസാരിച്ച് അവരൊരു ധാരണയിലെത്തുകയും അത് തമ്മിൽ അവർ ഒരു കോംപ്രമൈസിങ് ലെവലിലാണ്. അതായത് സിനിമ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ അവർ സെറ്റിൽ ചെയ്ത കാര്യമാണ്. പക്ഷേ ഞാനൊരു എല്ലാവർക്കും തട്ടിക്കളിക്കാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വേദനിപ്പിക്കാവുന്ന ഒരാളായിട്ട് അവർക്കൊക്കെ തോന്നിയത് കൊണ്ടാവാം ഈ ബർഡൻ മുഴുവൻ എൻ്റെ ചുമലിലേക്ക് വച്ചിട്ട് കൈയൊഴിഞ്ഞൊരു സന്ദർഭം വന്നു. ശരിക്കും പറഞ്ഞാൽ വല്ലാതെ വേദനിപ്പിച്ചൊരവസ്ഥയാണ്. സിനിമ തന്നെ മതിയാക്കിയാലോ എന്ന് തോന്നിപ്പോയൊരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ബർഡൻ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ 10 വർഷത്തെ സൗഹൃദം ഒരു സിനിമ കാരണം അങ്ങനെ ഒരു നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സാധുക്കളായ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള, അത് പ്രോജക്റ്റിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ വഴി കുറച്ചധികം ക്യാഷിൻ്റെ പ്രാരാബ്ധം എനിക്ക് വന്നു. അപ്പോൾ ഈ 1-2 പ്രോജക്റ്റ് വഴി ഏകദേശം 1.5 കോടി രൂപയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന എനിക്ക് ബാധ്യതയായിട്ട് വന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടിലൂടെയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല സിനിമാക്കാരുടെയും പേരുകളെടുത്ത് പറയുന്നില്ല, കാരണം അവരെ വ്യക്തിഹത്യ ചെയ്യേണ്ട എന്ന് ഓർത്തിട്ടാണ് ഞാൻ പേരുകൾ പറയാത്തത്. പക്ഷെ അത് നിങ്ങളാരും വിചാരിക്കരുത് കേട്ടോ, എന്നെ ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യതയിലാക്കിയത് എന്തിനാണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണം. നിങ്ങളൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടായാലും നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവാനൊക്കെ ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫാമിലിയിൽ നിന്നും പിന്നെ സുഹൃത്തുക്കളായാലും എല്ലാവരും വിചാരിക്കുന്നത് സിനിമ പ്രൊഡ്യൂസറായി സിനിമ ചെയ്യുന്നു, അപ്പോൾ അത്യാവശ്യം നല്ല കാശുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ എല്ലായിടത്തും അതിൻ്റേതായ ബുദ്ധിമുട്ട്. ഇതൊന്നും നമ്മുടെ കാശല്ല എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു മീഡിയയിലാണ് പറയുന്നത്, ഇതിലൊന്നും എൻ്റെ 1 രൂപയില്ല. പക്ഷെ പേര് മുഴുവൻ എനിക്കും സാമ്പത്തിക ബാധ്യതകൾ എൻ്റെ തലയിൽ ഇട്ടിട്ട് എല്ലാവരും, അതെല്ലാം പുരുഷന്മാരാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീയായ എൻ്റെ ചുമതലയിലെല്ലാം വെച്ചിട്ട് മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ദൈവത്തെ ഓർത്ത് അതിൽ നിന്നൊക്കെ എന്നെ ഒന്ന് ഊരിത്തരണമെന്ന് നിങ്ങളോട് ഈ ചാനൽ ത്രൂ ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതൊരു വഴി. പിന്നെ വളരെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിനിമയിലൂടെ ഉള്ള ഒരു വലിയ ചതിയുടെ ഇരയാണ് ഞാൻ.
അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ വലിയൊരു ദുരന്തത്തിൽ നിന്ന് വലിയൊരു വേദനയിൽ നിന്ന് ഞാൻ വന്നത് മറ്റേ എരുതിയിൽ നിന്ന് മറ്റേ കടലിലേക്ക് ചാടി എന്ന് പറയുന്ന ഒരു അവസ്ഥയായി. എനിക്ക് ആരുമില്ല, മനോഹരൻ്റെ വീട്ടിൽ ആരുമില്ല, എല്ലാവരും മരണപ്പെട്ടു പോയി. അച്ഛൻ സൂയിസൈഡ് ചെയ്തു, അമ്മ ഹാർട്ട് അറ്റാക്ക്, മരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിക്കുന്നത്. അപ്പോൾ സിനിമയിലൂടെ ഉള്ള ഒരു വലിയ ചതിയുടെ ഇരയാണ് ഞാൻ. സിനിമാക്കാർക്ക് ഈ ഒരു ചതി ഒരിക്കലും അതൊരു വലിയൊരു ചതിയായിരുന്നു, ഒരു ട്രാപ്പായിരുന്നു ശരിക്കും. പക്ഷെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സിനിമയിൽ അവസരങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കീറി മുറിച്ചത് എൻ്റെ ശരീരമാണ്, ഇല്ലേ?